അപ്പോൾ ഞാൻ അതിന് വേണ്ടി സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചൂടായിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യം നമുക്ക് സ്വല്പം കടുക് ഇട്ട് കൊടുക്കാം. മറ്റൊരു മുളക് നമ്മൾ ഇതുപോലെ തന്നെ ഇടുന്നത് പെരിഞ്ചീരകം, മല്ലി ഇച്ചിരി കൂടുതൽ, പിന്നെ വെളുത്തുള്ളി നമ്മളൊന്ന് ഇളക്കി കൊടുത്തിട്ട് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് സ്പൈസസ് ആണ് ഇടുന്നത്. സ്പൈസസിൻ്റെ കൂടെ പട്ട, ഗ്രാമ്പു, ഏലക്ക എല്ലാം ഉണ്ട്. ഉപ്പിട്ട് കൊടുക്കാം. പച്ചമുളക്, ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള, കുറച്ച് മസാല പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പൊടി കൂടിയിട്ട് നമ്മൾ കഴുകി വെച്ചിരുന്ന മല്ലിയില ഇട്ടു. അപ്പോൾ അതിന് നമ്മുടെ കിഴങ്ങ് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഇട്ടുണ്ട്. ചെറുതായിട്ട് കുടിയാതെ കൊണ്ട് ഇളക്കി. നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ പൊടിഞ്ഞു പോകാതെ തന്നെ ഫിംഗറിൻ്റെ ആ സ്റ്റൈലിൽ തന്നെ ചെയ്തെടുക്കാം. പ്ലേറ്റിലേക്ക് എടുക്കാം. മല്ലിയുടെയും മല്ലിയിലയുടെയും ജീരകത്തിൻ്റെ ഒക്കെ ഫ്ലേവർ നന്നായിട്ടുണ്ട്. സൂപ്പർ സാധനം. നമുക്ക് ഇത് ചപ്പാത്തിയുടെ കൂടെ ഇത് സ്റ്റാർട്ടറായിട്ട് കഴിക്കാനും നല്ല ഒരു ഡിഷാണ്. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. അതോടൊപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തി ഞങ്ങളൊന്ന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. എല്ലാവരും ഇത് ചെയ്ത് നോക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ. സൂപ്പർ. എരിവൊന്നും വേറെ ചേർത്തിട്ട് ഈ പച്ചമുളകിൻ്റെ ഇതിൻ്റെ ആണെങ്കിൽ നല്ല എരിവുണ്ട്, നല്ല സൂപ്പറാണ്. പിന്നെ ഇതിങ്ങനെ വെറുതെ കഴിക്കാനായിട്ടാണ് നല്ലത് അല്ലേ? സൂപ്പർ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വേറൊരു വീഡിയോസുമായിട്ട് അടുത്ത് കാണാം അല്ലേ? അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.